Good evening, everyone. Am I audible? Okay, fine. Hope all of you are doing great. Shall I wait for some time? Shall I start? Okay, fine. First of all, welcome back to day 2. Are you ready, guys? Okay, fine. Thank you. So, ഇന്നലത്തെ പോലെ തന്നെ നമ്മളെ ചാറ്റ് അല്ലെങ്കിൽ കോൾ മെസ്സേജസ് എന്തായാലും അടിപൊളിയായിട്ട് പോട്ടെ. ബിക്കോസ് നിങ്ങളുടെ റെസ്പോൺസ് ഉണ്ടെങ്കിലുള്ളൂ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ വെദർ നിങ്ങൾക്ക് കൺവേഡ് ആയോ ഞാൻ പറയണത്, ഓർ എൽസ് ഡൗട്ട്സ് ഉണ്ടോ അങ്ങനെയൊക്കെ. സോ അതുകൊണ്ട് തന്നെ എല്ലാവരും റെസ്പോൺസീവ് ആയിട്ടിരിക്കുക. ഫൈൻ. So yesterday we had an exciting session discussing AI, right? Can anyone ആർക്കെങ്കിലും മൈക്ക് ഓൺ ചെയ്തിട്ട് ജസ്റ്റ് ഇന്നലെ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തു എന്ന് പറയാൻ പറ്റുമോ? ഓർ ചാറ്റിലാണെങ്കിലും ഇറ്റ്സ് ഓക്കെ. Can you please explain? Am I audible? Yes, ma'am. Okay, ഐശ്വര്യ, തനിക്കൊന്ന് ലൈക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമോ ഇന്നലെ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു എന്ന്? ജസ്റ്റ് ഒരു 1, 2, 3 സെന്റൻസ്. No responses. ഇന്നലെ മനസ്സിലായില്ലേ? ഇന്നലെ നമ്മൾ ബേസിക് എഐനെ പറ്റി പഠിച്ചു. ഓക്കെ, ലൈക് എന്തെങ്കിലും പുതിയതായിട്ട് പറ. നമ്മള് എഐ വേഴ്സസ് ഹ്യൂമൻ, പിന്നെ എഐ ഹ്യൂമൻസിനെ റീപ്ലേസ് ചെയ്യുമെന്നുള്ള ഒരു ഏരിയ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ ഒരു ഏരിയ ഡിസ്കസ് ചെയ്തായിരുന്നു. പിന്നെ ഗൂഗിൾ കൊളാബ് നമ്മൾ ഇന്നലെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഗൂഗിൾ കൊളാബ് യൂസ് ചെയ്തു. അത് കുറെ പേർക്ക് ന്യൂ ആയിരുന്നു, കുറെ പേർ അത് ഓൾറെഡി യൂസ്ഡ് ആയിരുന്നു. പിന്നെ ബേസിക് ആയിട്ട് അത്രയാണ് ഇന്നലെ പറഞ്ഞത്. ഓക്കെ, ഫൈൻ, താങ്ക് യു. എല്ലാരും ഒരു സ്റ്റിക്കർ ഒക്കെ കൊടുത്ത, ഒരു ഫയറോ ക്ലാപ്സ് ഒക്കെ കൊടുത്ത ഐശ്വര്യക്ക്. ഗ്രേറ്റ്. Okay, thank you. So yesterday we explored what AI is, how it works, and how AI is already part of our daily life. From Google Maps to Instagram recommendations to ChatGPT, self-driven cars, we saw that AI is no longer science fiction. It's already here, and it is growing faster than ever. So now let me ask you something. Yesterday we spoke about AI, right? But have you ever wondered, how do we actually build AI? Any idea? How does Netflix recommend movies? How does YouTube know what video you will watch next? How does ChatGPT generate human-like responses? What happens behind the scenes? Any responses? നമ്മുടെ പ്രീവിയസ് കോൺവെർസേഷൻസ്, നമ്മുടെ പ്രീവിയസ് വാച്ച് ഹിസ്റ്ററി, അതൊക്കെ വെച്ചായിരിക്കുമല്ലോ നമുക്ക് റെക്കമെൻഡേഷൻസ് വരുന്നത്. Yeah, that's fine, but how does it actually works? Any clue? By algorithm. Okay, fine. Then any answers else? Okay, that algorithm question മനസ്സിലായില്ല. Actually, I mean, you already said, like, നമ്മുടെ പാസ്റ്റ് റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ പ്രീവിയസ് ഹിസ്റ്ററി വെച്ചിട്ടാണ് നമുക്ക് ഓൾറെഡി എല്ലാം ചെയ്യാൻ പറ്റുന്നത്, റെക്കമെൻഡേഷൻസ് വരുന്നത് എന്ന് ഐശ്വര്യ പറഞ്ഞു, റൈറ്റ്? ബട്ട്
I'm asking how it actually works. അതിന്റെ behind the scene എന്താ? Now you got my question? Okay. ഇത് ആക്ച്വലി ഇത്ര തല പുകക്കാനൊന്നുമില്ല. ബേസിക്കലി ദ ആൻസർ ഇസ് കോഡ്. യൂസ് എ ഡാറ്റ വെച്ച്. ഓക്കെ ഓക്കെ, അതൊക്കെ കോഡ്. നീ പറഞ്ഞ ആൽഗോരിതം കറക്റ്റ് ആണ് ജിത്തു. ബട്ട് ആൽഗോരിതം സ്പെസിഫൈ ചെയ്യണമെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി ദ കോഡ്. ഓക്കെ, കോഡിലാണ് നമ്മുടെ ഈ ആൽഗോരിതത്തിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണേ. ഫൈൻ കോൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ അല്ലേ? സോ എവറിഥിങ് സ്റ്റാർട്ട്സ് വിത്ത് കോഡ്. Every powerful AI system you see today started from simple lines of code written by someone. Okay, and that brings us today, to today's session. Today, we are taking the first practical step into the world of AI. Are you ready? I mean, we are not directly building robots, not by building huge machine learning models. നമ്മൾ ഭയങ്കര വലിയ വലിയ സംഭവങ്ങളൊന്നും പഠിക്കാൻ പോകില്ല, ബട്ട് നമ്മൾ ബേസിക് ഫണ്ടമെന്റൽസ് തുടങ്ങാൻ പോവാണ്. But by learning the most important tool behind all of them, നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് പറയാമോ? സി മീൻസ് കമ്പ്യൂട്ടർ ലാംഗ്വേജ്. അതായത് നമ്മൾ കുറെ കമ്പ്യൂട്ടർ സയൻസുകാരാണ് ഇവിടെ ഉള്ളത്, BCA, BTech, അതേപോലെ AI. നമ്മളെല്ലാരും ഡേ ടു ഡേ ലൈഫിൽ എന്നല്ല, നമ്മൾ കോഡ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാറുള്ള ലാംഗ്വേജസ് ഏതൊക്കെയാണ്? നിങ്ങൾക്ക് നോർമലി നിങ്ങൾ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ അവെയർ ആയിട്ടുള്ള ലാംഗ്വേജസ് എല്ലാം ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. പൈത്തൺ, C++. വേറെ റെസ്പോൺസ് ഒന്നുമില്ലേ? പൈത്തൺ. ആരും ജാവ യൂസ് ചെയ്യാറില്ലേ? ഓക്കെ, എനിവേസ് പൈത്തൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് പൈത്തൺ തന്നെയാണ്. ക്ലിയർ? Python is one of the most powerful and beginner-friendly programming languages in the world. സോ അതുകൊണ്ടാണ് എല്ലാവരും ബേസിക്കലി നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനാണെന്നെങ്കിലും നമുക്ക് കോഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് പൈത്തൺ. Python is the language of AI. Most AI engineers, machine learning engineers, data scientists, everyone use Python. So if AI is the destination, Python is the road that takes you there. Okay? So we are going to discuss our day 2 about Python basics. Are you ready? Okay. I'll share the screen. Please tell me whether it's showing or not. Is it visible? Okay, fine. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വറീസ് ഇൻ ബിറ്റ്വീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്താൽ മതി. ഞാൻ ഓൾറെഡി സ്ക്രീൻ ഷെയർ ചെയ്തതായതുകൊണ്ട് എനിക്ക് ചാറ്റ് ബോക്സ് വിസിബിൾ ആവില്ല. ഫൈൻ. എനിവേസ് network issue or buffering or whatever happens, please acknowledge me in the WhatsApp group. Okay? Okay, fine. So as I said, Python is the road that takes you there. Some of you may already know programming. Some of you may have coded in C, C++ or Java else. And some of you may be complete beginners. Maybe today is your first time writing the code. ഇവിടെ ആരെങ്കിലും ഫസ്റ്റ് ടൈം ആയിട്ട് കോഡ് എഴുതുന്ന ആൾക്കാരുണ്ട്? ലൈക് പൈത്തനെ കുറിച്ച് ഒരു നോളജും ഇല്ലാണ്ട് ഈവൻ സിംഗിൾ ലൈൻ കോഡ് പോലും എഴുതാത്ത ആൾക്കാരുണ്ട് ഇവിടെ? റെസ്പോണ്ട് ചെയ്യൂ മക്കളെ. ഉണ്ട്, ഒരാളുള്ളൂ. ബാക്കി എല്ലാവർക്കും ജസ്റ്റ് ലൈക് കോഡിങ് കാര്യങ്ങളും ഇച്ചിരിയെങ്കിലും അറിയണ എത്ര പേരുണ്ട്? യെസ്.
2 പേരുള്ളല്ലോ. എല്ലാരും തംസപ്പും ഫയർ ഇടാന്നല്ലാതെ എവിടെ ചാറ്റ് ബോട്ടിൽ കുറച്ച് പറയൂ. ഓക്കെ, നിങ്ങൾ മീൻ ചെയ്യണത് നിങ്ങൾക്ക് ഇച്ചിരി അറിയാമെന്നാണോ, അതോ ഇതുവരെയായിട്ടും ഇൻഡെപ്ത് ആയിട്ട് നല്ല ബേസിക്സ് പോലും അറിയില്ല എന്നാണോ ഉദ്ദേശിക്കുന്നത്? ഇച്ചിരി അറിയാം. ഓക്കെ, ഐശ്വര്യ ഇസ് ഓക്കെ. വാട്ട് അബൌട്ട് അതേഴ്സ്? ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യാത്ത എത്ര പേരുണ്ട് ഇവിടെ? പൂർണേന്ദു, ഓക്കെ. ഓക്കെ, ഫൈൻ. അപ്പൊ നമുക്ക് ഇന്ന് ഹലോ വേൾഡ് ഒക്കെ പ്രിന്റ് ചെയ്ത് തുടങ്ങാം. ഫൈൻ, ആർ യു റെഡി? ഓക്കെ, ഫൈൻ. By the end of today's session, you will understand what Python is so popular, why Python is so popular, variables, data types, input, output, conditional statements, loops. ഇതിന്റെയൊക്കെ ബേസിക്സ് നമ്മൾ എന്തായാലും ഫോർ ഷുവർ ക്ലിയർ ചെയ്യും. And mostly you will write your own Python programs. Yes? Are you ready? Okay. Not theory, actually നമ്മൾ വർക്കിംഗ് പ്രോഗ്രാംസിനെ നമ്മൾ ചെയ്യും. And I want everyone to remember one thing. Programming is not about memorizing syntax. Program is about learning how to think. Okay? നിങ്ങൾ ഒരിക്കലും ഒരു പ്രോഗ്രാം നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഡോണ്ട് ഫീൽ ലൈക്ക് ഇത് എനിക്ക് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റും, അങ്ങനെയില്ല. അതേപോലെ സിൻടാക്സ് ബൈ ഹാർട്ട് ചെയ്യല്ല കോഡിങ്. ഈവൻ പൈത്തണോ വാട്ട് എവർ വിച്ച് എവർ ദ ലാംഗ്വേജസ്, നമ്മള് ഇത് എങ്ങനെ ചെയ്യാം, പ്രോബ്ലം സോൾവിംഗ് ആണ് ബേസിക്കലി കോഡിംഗ് കൊണ്ട് വേണ്ടത്. സോ വിച്ച് മീൻസ് ഹൗ ടു സോൾവ് പ്രോബ്ലംസ്, ഹൗ ടു ബ്രേക്ക് ബിഗ് problems into small things, and how to build logical thinking. That's the real skill. Okay, അതെല്ലാവർക്കും ഓർമ്മ വേണം. ഈവൻ ഇപ്പൊ ഒരു കോഡ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട്, അതായത് ഇത് എങ്ങനെയാന്ന് അറിഞ്ഞിട്ടില്ല വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ആ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. ഐ മീൻ ഇപ്പോ കോഡ് കണ്ടിട്ട് ഇത് എന്താണെന്നൊന്നും നിങ്ങൾക്ക് മനസ്സിലാവണില്ല, അങ്ങനെയല്ല നിങ്ങൾക്ക് വേണ്ടത്. ആഫ്റ്റർ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും കോഡ് കാണുമ്പോൾ ഓക്കെ ഫൈൻ, ഇത് ഇങ്ങനെയാണോ, ഇവിടെ ലൂപ്പിംഗ് ആണ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഇവിടെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ് യൂസ് ചെയ്യണം, ഈ ഒരു ഐഡിയ എങ്കിലും ബേസിക് ആയിട്ട് വേണം. ബിക്കോസ് നിങ്ങളുടെ ജനറേഷൻ തൊട്ട് എന്തായാലും നിങ്ങൾ AI കാര്യങ്ങളിലും മീൻസ് പവർഫുൾ ടൂൾസ് യൂസ് ചെയ്തിട്ടാണ് എല്ലാവരും കോഡിങ്ങും കാര്യം ചെയ്യണം. ഇന്നലെ തന്നെ ആരൊക്കെ ക്ലോഡ് ഒക്കെ പറയണ്ടായി. ഈവൻ ഇപ്പൊ കോർപ്പറേറ്റ്സിലാണെങ്കിൽ പോലും നമ്മൾ ക്ലോഡ് ഒക്കെ വെച്ചിട്ടാണ് കോഡിങ് ചെയ്യണത്. ബിക്കോസ് ഫോർ ദ ഈസിനെസ്, നമ്മളിപ്പോ ഒരാള് ഓക്കെ, അതായത് ഇപ്പൊ ഒരാൾ ഒരു 1 hour എടുത്ത് കോഡ് ചെയ്യുന്ന പകരം ജസ്റ്റ് 10 minutes 5 minutes കൊണ്ട് നമുക്ക് ഒരു കംപ്ലീറ്റ് വെബ്സൈറ്റ് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ ഫൈൻ. അപ്പൊ അത്രയും ടെക്നോളജി വളർന്നുകൊണ്ട് തന്നെ ഇറ്റ്സ് നോട്ട് അബൌട്ട് ബൈ ഹാർട്ടിംഗ് ദ കോഡ്, യു ഹാവ് ടു നോ ഹൗ ടു സോൾവ് ഇറ്റ് ഓർ ഹൗ ടു റിസോൾവ് ദ പ്രോബ്ലം, ബിഗ് പ്രോബ്ലം ഇൻ ടു സ്മോളർ വൺസ്. ക്ലിയർ? സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എന്തായാലും നമുക്ക് ഹലോ വേൾഡ് ടൈപ്പ് ചെയ്ത് തുടങ്ങാം. എല്ലാരും ഇന്നലെ ഗൂഗിൾ കൊളാബ് യൂസ് ചെയ്യാൻ പഠിഞ്ഞില്ലേ? ആർ യു ഗൈസ് ഓക്കെ വിത്ത് യൂസിങ് ഗൂഗിൾ കൊളാബ്, അതോ അതിലും ഇഷ്യൂസ് ഉള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? മിസ്സേ, ഇന്നത്തെ കൊളാബിന്റെ പ്രോഗ്രാം ഗ്രൂപ്പിൽ ഇട്ട് തരാന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. അത് ഓക്കെ, ഞാൻ ഇന്നാട്ടോ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത്. ഞാൻ ഈ സെഷൻ കഴിഞ്ഞോട് കൂടിയിട്ട് ആഡ് ചെയ്യാമേ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് എല്ലാരും ഗൂഗിൾ കൊളാബ് ലൈക് ബേസിക് ആയിട്ട് ന്യൂ നോട്ട്ബുക്ക് ക്രിയേറ്റ് ചെയ്യണവരെല്ലാവർക്കും ഐഡിയ അല്ലേ? അതിൽ വല്ല ഡൗട്ട്സും ഉണ്ടോ? ഐ മീൻ സെറ്റിംഗ് അപ്പ്. ഓക്കെ, നോ ഡൗട്ട്. കൃഷ്ണവേണി, യെസ്, നോ ഡൗട്ട്. ഓക്കെ, വേറെ എല്ലാവർക്കും ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവരും ഒന്ന് കൊളാബ് പ്ലാറ്റ്ഫോം എടുത്തേ. ഓക്കെ എല്ലാരും
എല്ലാരും കൊളാബ് എടുത്തോ? ഓക്കെ, സോ ഇതുവരായിട്ട് ഒരു ലൈൻ പോലും കോഡ് എഴുതാത്ത ആൾക്കാർക്ക് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പ്രിന്റ് എന്തിനാ യൂസ് ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയണ്ടാവുമല്ലോ. പ്രിന്റ് ബേസിക്കലി എന്തിനാ? നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ? ആ ഒരു നോളജ് എല്ലാവർക്കും ഇല്ല. എന്തായാലും എല്ലാവരും ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ അല്ലേ? ഇപ്പത്തെ 2024 സ്കീമാർക്ക് എന്തായാലും പൈത്തൺ ഒരു സിലബസ് ആയിട്ട് തന്നെ അല്ലേ ബിടെക്കില്? എനി ഫസ്റ്റ് ഇയർ ബിടെക് സ്റ്റുഡൻസ് ഇയർ? ഫസ്റ്റ് ഇയേഴ്സ് ആരും ഇല്ലേ? സെക്കൻഡ് ഇയേഴ്സോ? ഫൈനൽ ഇയർ, ഫസ്റ്റ് ഇയർ, ആദിത്യ. ഓക്കെ, എന്തിനാണ് നമ്മൾ പ്രിന്റ് യൂസ് ചെയ്യാ? ആരെങ്കിലും ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞേ. ടു ഡിസ്പ്ലേ, ഫൈൻ. നമ്മൾ ഒരു സാധനം ഒരു ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യാനാണ് ബേസിക്കലി നമ്മൾ പ്രിന്റ് യൂസ് ചെയ്യുക. അപ്പൊ നമ്മൾ കൊലാബില് ഡയറക്ട്ലി പ്രിന്റ്, നമ്മൾ പൈത്തണിൽ സിന്റാക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ട സാധനം നമ്മൾ എന്താ ചെയ്യണേ? ഒരു ബ്രാക്കറ്റില് നമ്മൾ ഡബിൾ കോട്ട്സ് അത് ഷോ ചെയ്യാണ്. ഓക്കെ, സോ നമ്മൾ അത് ഫസ്റ്റ് എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്ത് പ്രിന്റ് ഹെലോ വേൾഡ് അല്ലെങ്കിൽ പ്രിന്റ് വാട്ട് എവർ യു ലൈക്ക്. ആ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരോ എന്ത് വേണമെന്നെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പൊ ഒന്ന് ചെയ്തിട്ട് എല്ലാരും ഒന്ന് എന്ത് ചെയ്തേ? അതൊന്ന് റൺ ചെയ്തേ. ഞാൻ പറഞ്ഞു റൺ ചെയ്യാനുള്ള നമ്മുടെ സെൽ ഇതാണ്. സോ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇറ്റ്സ് റണ്ണിങ് ആൻഡ് ദർ ഷോസ് ഹെലോ വേൾഡ് പ്രിന്റ് ആയി. ഓക്കെ അല്ലേ എല്ലാരും? സെറ്റ് ആയില്ലേ എല്ലാവരുടെയും? വെയിറ്റ്, ഫൈൻ, വിൽ വെയിറ്റ്. ആർക്കെങ്കിലും ഈ ഔട്ട്പുട്ട് കിട്ടാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? യെസ്, ഐ മീൻ നീ അടിച്ചത് ഈ പ്രിന്റ് ഹെലോ വേൾഡ് തന്നെയാണോ സന്ദീപ്? ഹലോ സന്ദീപ്. കൃഷ്ണവേണി ഗോഡ്. എല്ലാവർക്കും കിട്ടിയില്ലേ? സന്ദീപിനപ്പോ? ഓക്കെ, സന്ദീപ് അനന്യ, ഫൈൻ ഫൈൻ ഫൈൻ. So let's begin our Python journey. വിസിബിൾ അല്ലേ എല്ലാവർക്കും? Fine, fine. സോ നമ്മൾ പറയണ്ടായി ഓൾറെഡി എന്താ നമ്മൾ AI ഒക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പൈത്തൺ ആണ് യൂസ് ചെയ്യാറ്. സോ നിങ്ങളുടെ എല്ലാവരും ഒപ്പീനിയൻ എന്താ? പൈത്തൺ യൂസ് ചെയ്യാനുള്ള റീസൺ എന്താവും? ബേസിക്കലി ഈസി ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പൈത്തൺ ആണ്.
അപ്പൊ അതൊന്ന് ജാവ പിന്നെ സിമ്പിൾ എന്നൊക്കെ നമ്മൾ പറയണില്ലേ, ജാവ സിമ്പിൾ ആണ് പവർഫുൾ ആണെന്നൊക്കെ. അതിന് കുറെ സിന്റാക്സ് ഒക്കെ ഉണ്ട്. ഇതിനങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. ഇത് പെട്ടെന്ന് കോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ. പിന്നെ എറേഴ്സ് കുറവായിരിക്കും. പൈത്തണില് ആ പിന്നെ പിന്നെ കോഡ് വായിച്ചെടുക്കുമ്പോ തന്നെ നമുക്ക് അതിന്റെ ലോജിക്ക് കിട്ടും. ക്ലിയർ. ഓക്കെ ഫൈൻ. ദെൻ പിന്നെ ഈ സെമികോളന്റെ മറ്റേ അതിന്റെ ഒന്നും പ്രശ്നം വന്നില്ല. സിൻടാക്സ് വരുന്ന Syntax. സിറ്റുവേഷൻസ് ഉണ്ട്. ഓക്കെ ഫൈൻ. എന്തായാലും ആൻസേഴ്സ് എല്ലാം ഓൾമോസ്റ്റ് നമുക്ക് റിലയബിൾ ആയിട്ടുള്ള ആൻസേഴ്സ് ആണ്. ഈ പറഞ്ഞ പോലെ തന്നെ സിമ്പിൾ സിൻടാക്സ് ആണ്. പൈത്തൺ റീഡ്സ് ഓൾമോസ്റ്റ് ലൈക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ്. നമുക്കിപ്പോ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുണ്ടല്ലോ ഇതാ മെയിൻ ചെയ്യണമെന്ന്. സെയിം ആസ് ദാറ്റ് നമുക്ക് ഇത് മനസ്സിലാക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ അത് പഠിക്കാനോ അതേപോലെ സിൻടാക്സിൽ നമ്മൾ കുറെ നേരം ഇരിക്കേണ്ടെന്ന് ആവശ്യമില്ല. നമുക്ക് എല്ലാ പ്രോബ്ലംസും സിമ്പിൾ ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. Even if you don't know programming, you can almost understand what this code does. That simplicity makes the Python perfect for beginners. So അതുകൊണ്ടാണ് നമ്മൾ ഏതൊരു ഇപ്പോ വെബ് ഡെവലപ്മെന്റ് ആണെന്നുണ്ടെങ്കിലും ഓർ ആപ്പ് ഡെവലപ്മെന്റ് ആണ്, ഈവൻ വേറെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണെങ്കിൽ പോലും നമ്മൾ ബിഗിനേഴ്സിന് പൈത്തൺ പ്രിഫർ ചെയ്യാനുള്ള റീസൺ തന്നെ അതാണ്. അപ്പൊ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു നോളജ് ഇല്ലെങ്കിൽ പോലും കോഡ് കണ്ടാവും ഓക്കെ ഇത് ഇങ്ങനെയാണെന്നൊരു ബേസിക് ഐഡിയ കിട്ടും. ആൻഡ് ഓൾസോ AI ready. AI ready means ഇതാണ് ഒരു biggest reason. Most AI tools and frameworks are built using Python. For example, ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ലൈബ്രറീസിനെ കുറിച്ച് അവെയർ ആണോ? NumPy, Pandas, TensorFlow, PyTorch ഇതൊക്കെ എവിടെയെങ്കിലും മുന്നേ കേട്ടിട്ടുണ്ടോ? Many packages available. ഡാനിയൽ തോമസ്. അതായത് ഇതൊക്കെ ലൈബ്രറീസ് ആണ്, ഈ NumPy, Pandas ഒക്കെ. ഇത് നിങ്ങൾ അല്ലെങ്കിൽ സ്കീകിറ്റിലാണ് അതൊക്കെ ആരെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ട്. Okay, fine. So if you want to build AI, Python is the best place to start. And also used everywhere. Python is not only for AI. We usually use, I told you, Python in fields like web development, automation, cybersecurity, data science, robotics, as well as cloud computing too. And many companies like Google, Netflix, NASA, Instagram, all use Python. So learning Python opens many career opportunities. Tell me, who here wants to enter AI, software development, data science, in the cyber security else? ഇവിടെ എത്ര പേര് ഞാൻ പറഞ്ഞപ്പോ AI, cyber security, software development ഇതിലേക്കൊക്കെ എൻട്രി ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയ എത്ര പേരുണ്ട്? റമീസ് മാത്രം മതിയോ? പൂർണ്ണേന്ദു പറഞ്ഞു. നിങ്ങൾക്ക് പ്രിഫറബിൾ ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് ഒന്ന് സജസ്റ്റ് ചെയ്തേ നിങ്ങൾ. അതായത് ഐ വോണ്ട് ടു ബി സംതിങ് ഇൻ ദിസ് ഫീൽഡ്. അങ്ങനെ ഇപ്പൊ എല്ലാവരും IT ഫീൽഡ് തന്നെ ആയിരിക്കും മോസ്റ്റ്ലി പോകുന്നുണ്ടാവുക. സോ ഈ പറഞ്ഞ പോലെ AI, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, ഡാറ്റ സയൻസ്, സൈബർ സെക്യൂരിറ്റി ഇങ്ങനത്തെ ഫീൽഡിൽ ഏത് ഫീൽഡാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞേ? ഇത് ആർക്കും റെസ്പോൺസ് ഇല്ല. ആർക്കും IT വേണ്ടേ? റമീസ് സൈബർ സെക്യൂരിറ്റി. പിന്നെ വേറെ ആർക്കും IT വേണ്ട, എല്ലാവർക്കും IT മടുത്തോ? പിന്നെ നിങ്ങൾ എന്തിനാ AI ML സെഷൻ ഒക്കെ കയറിയിരിക്കണേ? പോരല്ലോ, ചാറ്റ് ബോക്സ് പോരല്ലോ. സൈബർ സെക്യൂരിറ്റി, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, ആദിത്യ ഫൈൻ. ദെൻ പിന്നെ വേറെ എത്ര പേരുണ്ട്? നിങ്ങൾ ഇത്ര 74+ ആൾക്കാരുണ്ട്. ദെൻ എന്താണ് റെസ്പോൺസ് കുറവാണല്ലോ? വാട്ട് ഹാപ്പൻ? ഇന്നത്തെ ഒരു ഉഷാറില്ല എല്ലാവർക്കും. ഡാറ്റ സയൻസ് അഷിത, ഡാറ്റ സയൻസ് വേറെ പോരാ എല്ലാരും റെസ്പോണ്ട് ചെയ്യൂ. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് നേഹ. Okay, anyways, വിടും. No matter which path you choose, Python helps for you to do the same. Okay? So next നമ്മൾ പറയാൻ വേണ്ടി പോണത്, ഞാൻ അത് അറിയാൻ വേണ്ടി നമ്മൾ ഏത് ഫീൽഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൈത്തൺ അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാം. ഈവൻ ഞാൻ ആക്ച്വലി സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആണ്. ഇപ്പൊ ചെയ്യണത് പോലും ഞാൻ പൈത്തൺ ജാങ്കോയിലാണ് എല്ലാം പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യണത്.
അത് നമുക്ക് ഈവൻ ക്ലോഡ് ആണെന്നുണ്ടെങ്കിലും ഏത് AI തന്നാലും നമുക്ക് അഫ്റ്റർ കണ്ടു കഴിഞ്ഞാൽ ഇത് ഇതാണെന്ന് പറയാനുള്ള ഒരു നമുക്കൊരു ഐഡിയ കിട്ടും. സോ അതുകൊണ്ടാണ് നമ്മൾ പൈത്തൺ ജാങ്കോ മെയിൻലി യൂസ് ചെയ്യണം. പിന്നെ ഓൾസോ ഡിപ്ലോ ചെയ്യാനൊക്കെ പൈത്തൺ ഭയങ്കര ഈസി ആണ്. ഓക്കെ, അപ്പൊ ബാക്ക് എൻഡ് നമ്മൾ മേജർലി പൈത്തൺ ജാങ്കോ അല്ലെങ്കിൽ പൈത്തൺ ഫ്ലാസ്ക് ഒക്കെയാണ് യൂസ് ചെയ്യുക. സോ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സെറ്റിംഗ് അപ്പ് യുവർ എൻവയോൺമെന്റ് ആണ്. സോ നമ്മൾ ഓൾറെഡി ഇന്നലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തു, ഗൂഗിൾ കൊലാബിൽ ചെയ്യാം, ഓർഎൽസ് നമുക്ക് ലൈക്ക് പൈത്തൺ ലോക്കൽ എൻവയോൺമെന്റ് നമുക്ക് ചെയ്യാൻ പറ്റും. VS കോഡ് യൂസ് ചെയ്യാറില്ല എല്ലാവരും? മാം വിച്ച് ഫീൽഡ് ഈസ് ബെറ്റർ ടു ചൂസ്? അത് നമുക്ക് ലാസ്റ്റ് ഡേ ആവുമ്പോ പറയാട്ടാ. വിച്ച് ഫീൽഡ് ഈസ് ബെറ്റർ ടു ചൂസ്, ഐ മീൻ അല്ലെങ്കിൽ ഞാൻ ഈ സെഷന്റെ എൻഡിലായിട്ട് വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ പറയാം. ഓക്കെ ഓക്കെ. അപ്പൊ VS കോഡ് യൂസ് ചെയ്യണം. അപ്പൊ VS കോഡിൽ തന്നെ ഫോർ ഷുവർ എന്തായാലും ഈ ഐഡിയൽ പൈത്തൺ ഓളജി ഒക്കെ നിങ്ങൾ യൂസ് ചെയ്തിട്ടായിരിക്കും VS കോഡിലൊക്കെ ചെയ്യണ്ടാവുക. സോ ഐ ഹോപ്പ് നിങ്ങൾ ഇതിനെ കുറിച്ച് അവെയർ ആണ്. ഇവിടെ എന്തായാലും ഫസ്റ്റ് ഇയർ കുറച്ച് പേരുള്ളൂ, സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയേഴ്സ് ആണ് മെയിൻലി ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് എല്ലാതും മോസ്റ്റ്ലി ഗൂഗിൾ കൊലാബിലാണ്. അതായത് ഓൾറെഡി ആ ബ്രൗസറിന്റെ ഇൻസൈഡ് തന്നെ നമ്മളിതെല്ലാം വർക്ക് ചെയ്യുന്ന സ്പെസിഫിക് ആയിട്ട് ഇൻസ്റ്റലേഷനും കാര്യങ്ങളൊന്നും. ഡസ് പൈത്തൺ ഹെൽപ്പ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്? ഗുഡ് ക്വസ്റ്റ്യൻ ആണ്. നീ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് കൊണ്ട് എന്താ ഉദ്ദേശിച്ചേ? വാട്ട്സ് ദ പർപ്പസ്? യൂസിങ് AI? ഷുവർ. യൂസിങ് AI ഫോർ ഫിനാൻസ് ഭയങ്കര യൂസ്ഫുൾ ആണ് പൈത്തൺ. ബിക്കോസ് എന്റെ ഐഡിയസ് എംടെക്കിലെ ML പ്രൊജക്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ ഗോൾഡ് റേറ്റ് പ്രിഡിക്ഷൻ യൂസിങ് ML ആയിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് ഞാനിത് ഇംപ്ലിമെന്റ് ചെയ്തത് പൈത്തൺ വെച്ചിട്ട് തന്നെയാണ്. കാരണം നമുക്ക് അതില് നിങ്ങൾ എത്ര പേര് ML മോഡൽസിനെ കുറിച്ച് അവെയർ ആണെന്ന് എനിക്കറിയില്ല. ബിക്കോസ് ആസ് യു വർ ഓൾ ബിഗിനേഴ്സ്, നമുക്ക് കുറെ മോഡൽസ് ഉണ്ട് ML. അപ്പൊ അങ്ങനെ LSTM നെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും ഇതിന്റെ മുന്നേ? ജിത്തു തന്നെ പറഞ്ഞോളൂ. LSTM കേട്ടിട്ടുണ്ടോ? ഓക്കെ. LSTM ന്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഇപ്പൊ ഇറങ്ങിയ ഒരു മോഡലാണ് അരിമ മോഡൽ എന്ന് പറയും, ARIMA. അപ്പോ ഈ അരിമ മോഡൽ ഇതേപോലെ തന്നെ LSTM ബേസിക്കലി ചെയ്യുക. ഇപ്പോ നമ്മൾ ഓൾറെഡി ML എങ്ങനെ ചെയ്യുക, പ്രീവിയസ് ആയിട്ടുള്ള ട്രെൻഡ്സ് അതിന്റെ ഒരു റിസർച്ചും കാര്യങ്ങളും നടത്തിയിട്ട് നമുക്ക് പുതിയ പ്രൊഡിക്ഷൻസ് തരും. ഇതാണ് നമ്മൾ ബേസിക്കലി ചെയ്യുക. സോ ഈ LSTM ഒരു ലോങ് ഷോർട്ട് ടേം ആണ് നമ്മൾ യൂസ് ചെയ്യുക. അതായത് യൂസ് ചെയ്യണ ഇപ്പൊ നമ്മൾ വലിയൊരു പ്രോബ്ലത്തിന് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഗോൾഡ് പ്രിഡിക്ഷൻ തന്നെ ഒരു 10 ഇയേഴ്സിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു 2 ഇയേഴ്സ് ആക്കി ഡിവൈഡ് ചെയ്തിട്ട് അതിന്നൊരു കൺക്ലൂഷനാണ് നമ്മൾ ഫൈനൽ ഔട്ട്പുട്ട് എടുക്കുക. അതിന് പകരം അരിമ മോഡൽ എന്താ ചോദിച്ചാൽ പാച്ചസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുക. അതായത് കുറച്ചും കൂടിയും സിമ്പിൾ ആയിട്ട്, മീൻസ് സ്മോളർ ആയിട്ടുള്ള പാച്ചസ് ആയിട്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യണ ഔട്ട്പുട്ടിന്റെ ആക്യുറസി കൂടുതലായിരിക്കും. ഇതിൽ ML തിരിയണ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ട് എടുത്താൽ മതി. അല്ലാത്ത ആൾക്കാർക്ക് ഞാൻ ജസ്റ്റ് ഒരു ഡിസ്കഷൻ പോലെ പറഞ്ഞു എന്നുള്ളൂ. അപ്പോ ആസ് ഐ സെഡ്, അപ്പൊ നമ്മൾ എന്താ കുഞ്ഞു കുഞ്ഞു പാച്ചസ് ആകുമ്പോൾ നമ്മൾ ഔട്ട്പുട്ടിന്റെ ആക്യുറസി, അതായത് പാരാമീറ്റേഴ്സ് കമ്പാരിറ്റീവ്ലി LSTM യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഹെൽപ്ഫുൾ ആവും ഈ അരിമ മോഡൽ യൂസ് ചെയ്യുമ്പോൾ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനത്തെ ഫിനാൻസിലും കാര്യത്തിലൊക്കെ എന്നിട്ട് എന്താ ചെയ്യാ, ഫൈനലി ഗോൾഡ് റേറ്റ് പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഞാൻ പറഞ്ഞ എന്റെ പ്രൊജക്ട് അതായിരുന്നു. സോ അതുകൊണ്ട് ആ ടൈമിൽ ഞാൻ യൂസ് ചെയ്തിരുന്നത് പൈത്തൺ ആണ്. പക്ഷെ എന്താ വെച്ചാല് നമുക്ക് ഈ ഔട്ട്പുട്ട് കിട്ടാൻ റണ്ണിങ് ടൈം ഒക്കെ വളരെ കൂടുതലാണ്. ബിക്കോസ് നമ്മൾ യൂസ് ചെയ്യണ ഈ ഫിനാൻസിലൊക്കെ ഇത് യൂസ് ചെയ്യണ മുമ്പത്തെ ഇഷ്യൂ എന്താ വെച്ചാല് ഡാറ്റാ സെറ്റ് അത്രയും കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് റൺ ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും അതിന് അതിൻ്റെതായ ടൈം എടുക്കും. ബിക്കോസ് നമ്മളൊക്കെ ഇപ്പൊ ലോക്കൽ സിസ്റ്റത്തിലല്ലേ ഇത് വർക്ക് ചെയ്യണേ. സോ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട് എന്നല്ലാണ്ട് നല്ല ലൈക്ക് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും പൈത്തണിൽ. ക്ലിയർ? ഓക്കെ, ഫൈൻ. സോ നമ്മളിപ്പോ കമ്മിങ് ബാക്ക് ടു അവർ ഗൂഗിൾ കൊലാബ്, പിന്നെ ഞാൻ ഈ ഓൾറെഡി ലോക്കൽ പൈത്തൺ ഞാൻ പറഞ്ഞു. അതായത് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന VS കോഡും കാര്യങ്ങളൊക്കെ ആണ്. സോ നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് സെഷനിൽ നമ്മൾ എന്തായാലും കൊളാബിലാണ് നമ്മൾ എല്ലാതും ചെയ്യാൻ വേണ്ടി പോണേ. ഫൈൻ. ഇനി നമുക്ക് കുറച്ച് ഇച്ചിരി പഠിക്കാം. എല്ലാരും റെഡി അല്ലേ? ഇത്രയും നേരം നമ്മൾ ഡിസ്കഷൻ ലെവലിലൊക്കെ പോയി. ഫൈൻ. സോ ഇത് വാരിയബിൾസ് ഡാറ്റ ടൈപ്സിനെ കുറിച്ചൊക്കെ എത്ര പേര് കേട്ടിട്ടുണ്ട്?
ആരെങ്കിലും ഇതിനെ കുറിച്ച് അവെയർ ആണോ? വാരിയബിൾ ഡാറ്റ ടൈപ്സ് ഒക്കെ കുറച്ച് ഇച്ചിരി അറിയണ കുറെ പേരില്ലേ? അപ്പൊ ഇതൊക്കെ എന്തായാലും കേട്ടിട്ടുണ്ടാവേണ്ടതാണ്. ആരെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഡാനിയൽ തോമസ് ഇതുവരെയായിട്ടും കയറി വന്നിട്ടില്ല. ഡാനിയൽ മൈക്ക് ഒന്ന് ഓൺ ചെയ്യാൻ പറ്റുമോ? ആൽബിൻ ഇല്ലേ? ആൽബിൻ, ഹായ് ആൽബിൻ. ആൽബിൻ ഇന്ന് എന്താ മൈക്ക് ഒന്ന് ഓൺ ചെയ്തൊന്നും പറഞ്ഞില്ലല്ലോ. ആൽബിൻ ഒന്ന് മൈക്ക് ഓൺ ചെയ്തേ. ഓക്കെ, വാരിയബിൾസ് ഡാറ്റ ടൈപ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പൊ ആരെങ്കിലും ഒന്ന്, ഞാൻ പറയണെങ്കിൽ ബെറ്റർ നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ അതല്ലേ ബെറ്റർ. അപ്പൊ ആരെങ്കിലും ഒന്ന് പറയാമോ? പറഞ്ഞ ആൾക്കാർക്കും പറയാം, നോ ഇഷ്യൂസ്. ഓക്കെ, നോ റെസ്പോൺസസ്. സോ ഫസ്റ്റ് കൺസെപ്റ്റ് നമ്മൾ പറയാൻ വേണ്ടി പോണത് വാരിയബിൾസ് ആണ്. ക്ലിയർ? വാരിയബിൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മൾ പൈത്തൺ അല്ലെങ്കിൽ ഏത് ലാംഗ്വേജസ് യൂസ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും വാരിയബിൾ ഇസ് ബേസിക്കലി ഒരു കണ്ടെയ്നർ ആണ് ദാറ്റ് സ്റ്റോഴ്സ് ഡാറ്റ. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ഭരണിക്കകത്ത് എന്തെങ്കിലും സാധനം കീപ്പ് ചെയ്യണ പോലെ തന്നെ അങ്ങനത്തെ ഒരു ടേം ആണ് വാരിയബിൾ. അപ്പൊ എന്താ, ഞാൻ പറഞ്ഞ ഒരു ലേബിൾഡ് ബോക്സ് ആണ്. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നമ്മൾ വീട്ടിൽ ഉപ്പിട്ട് വെക്കാണ്, ഉപ്പിന്റെ ആ ഒരു കണ്ടെയ്നർ. അപ്പൊ അതിന്റെ പുറത്ത് നമ്മൾ ഉപ്പ് എന്ന് എഴുതി വെച്ചാൽ എന്താ, ഉപ്പ് കീപ്പ് ചെയ്തിട്ടുള്ള ഒരു കണ്ടെയ്നർ. അപ്പോ ഒരു കണ്ടെയ്നറിൽ ഇപ്പൊ എല്ലാരും ചിന്തിക്കുക, ആ ഒരു ബോക്സിൽ ഞാൻ നിങ്ങളുടെ ഏജ് ഇപ്പൊ 90 സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. ക്ലിയർ? ഏജ് ഈക്വൽ ടു 19 എല്ലാവർക്കും വിസിബിൾ അല്ലേ? സ്ക്രീൻ വിസിബിൾ അല്ലേ എല്ലാവർക്കും? ഓക്കെ ഓക്കെ. അപ്പോ ബേസിക്കലി വാരിയബിൾ എന്ന് പറഞ്ഞാൽ അതാണ്. അതായത് ഒരു നെയിംഡ് കണ്ടെയ്നർ, ഒരു ലേബിൾഡ് ബോക്സ്. ക്ലിയർ? അപ്പോ ഈ ലേബിൾഡ് ബോക്സിന്റെ ഉള്ളിൽ തന്നെ 4 ഡാറ്റ ടൈപ്സ് ഉണ്ട്. അപ്പൊ വാരിയബിളിനോട് റിലേറ്റഡ് ആണ് ഡാറ്റ ടൈപ്സ്. പൈത്തണിൽ നമ്മൾ വാരിയബിൾ എന്താന്ന് പറഞ്ഞു, 4 ഡാറ്റ ടൈപ്പ്. ഒന്ന് ഇന്റ്, ഫ്ലോട്ട്, സ്ട്രിങ്, ബൂള്. അതില് നമ്മള് ഞാൻ പറഞ്ഞു, ഇപ്പോ ഹോൾ നമ്പേഴ്സ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്റ് യൂസ് ചെയ്യുക. അതായത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഏജ്, ഇന്റ് ഏജ് ഈക്വൽ ടു 19. ഇനി ഫ്ലോട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഡെസിമൽ പോയിന്റ്. ബേസിക്കലി ഇപ്പൊ നമ്മുടെ CGPA ഒക്കെ പറയാറുണ്ടല്ലോ നമ്മൾ 8.5 8.7 ഒക്കെ. അപ്പൊ അങ്ങനത്തെ ഡെസിമൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പ് ആണ് ഫ്ലോട്ട്. ആഫ്റ്റർ ദെൻ ഇപ്പൊ സ്ട്രിങ് ഇൻ ദ സെൻസ് നമ്മുടെ നെയിംസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ STR എന്നുള്ള ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുക. ഓക്കെ, ആഫ്റ്റർ ദെൻ നമ്മൾ എന്ത് ചെയ്യും? ബൂൾ എന്ന് പറഞ്ഞാൽ ബൂളിയൻ ആണ്. നിങ്ങൾ ബൈനറി പഠിച്ചിട്ടില്ല എല്ലാരും? യെസ് ഓർ നോ അല്ലെങ്കിൽ 1-0? ഫസ്റ്റ് ഇയർ അല്ലാത്ത എല്ലാവർക്കും അവെയർ ആയിരിക്കും, റൈറ്റ്? യെസ് യെസ്. അപ്പോ ഇങ്ങനെ 4 ഡാറ്റ ടൈപ്പ് ആണ് നമ്മുടെ പൈത്തൺ ഉള്ളത്. അപ്പൊ വാരിയബിൾ എന്താണ്? ഒരു ലേബിൾഡ് ബോക്സ് ആണ്. അപ്പൊ ഈ ലേബിൾഡ് ബോക്സിൽ തന്നെ നമ്മൾ ഓരോ വാല്യൂസ് സ്റ്റോർ ചെയ്യും. അപ്പൊ ആ വാല്യൂസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ തന്നെ 4 ഡാറ്റ ടൈപ്പ് ഉണ്ട്. അപ്പൊ ഒന്ന് ഇന്റ്, ഫ്ലോട്ട്, സ്ട്രിങ്, ബൂലിയന്. ഫൈൻ. സോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊരു ലൈവ് ഡെമോ നോക്കിയാലോ? റെഡി അല്ലേ? എല്ലാരും ഒന്ന് കൊലാബ് എടുത്തേ. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ന്യൂ കോഡ് സെല്ല്, നമുക്ക് ന്യൂ കോഡ് ആഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് പ്ലസ് ബട്ടൺ അമർത്തിയാൽ മതി. സോ ഞാൻ എന്ത് ചെയ്യാണ്, ടൈപ്പ് ചെയ്യാൻ പോവാണ് ഏജ് ഈക്വൽ ടു 19, CGPA equal to 8.7, നെയിം നമ്മൾ ഡബിൾ കോട്സിലാണ് ഇടണേ, ദിൽഷ,
പിന്നെ നമ്മൾ ബൂലിയൻ കാണാൻ വേണ്ടിയിട്ട് ബൂലിയന്റെ സിന്റാക്സ് കണ്ടോ, ഈസ് അണ്ടർസ്കോർ ആണ് യൂസ് ചെയ്യണത്, സ്റ്റുഡന്റ്. ഇതാണ് ഇതിന്റെ സിന്റാക്സ് വരുന്നത്. സ്റ്റുഡന്റ് നമ്മൾ എന്ത് കൊടുക്കാണ്, ട്രൂ. ട്രൂ കണ്ടോ, ഓൾറെഡി ഇപ്പൊ ഓൾറെഡി പ്രിഡിക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട് ട്രൂ. ഇനി നമ്മളിതൊക്കെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണ്ടേ, പ്രിന്റ് ബ്രാക്കറ്റിൽ നമുക്ക് പ്രിന്റ് ചെയ്യണം. അതായത് ഈ ഏജ്, CGPA, നെയിം, ഈ സ്റ്റുഡന്റ്, ഇതെല്ലാം നമ്മുടെ എന്താണ്, വാരിയബിൾസ് ആണ്. ഈ വാരിയബിൾസിൽ സ്റ്റോർ ചെയ്യണ ഡാറ്റാസ് ആണ് ഈ വാല്യൂസ് 98.7. അപ്പൊ നമ്മൾ ഇവിടെ പ്രിന്റിന്റെ ഉള്ളിൽ നമ്മൾ എന്താ കൊടുക്കേണ്ട, ആ വാരിയബിളിന്റെ നെയിം ആണ്. ക്ലിയർ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഏജ് കൊടുത്തു. കണ്ടോ, ഇവിടെ ഓൾറെഡി കയറി വന്നു ഇവിടെ കൊടുക്കേണ്ട സാധനങ്ങളൊക്കെ. ഏജ്, പ്രിന്റ്, CGPA ഓൾറെഡി വന്നു. ആഫ്റ്റർ ദെൻ പ്രിന്റ്, CGPA കഴിഞ്ഞ അടുത്തത് നെയിം ആണ്. നെയിം ആഫ്റ്റർ ദെൻ പ്രിന്റ്. അടുത്ത നമ്മൾ ബൂലിയൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണതാണ് ഈസ് സ്റ്റുഡന്റ്. ഓക്കെ ഫൈൻ. ഇത് ഞാൻ എന്താ അത് റൺ ചെയ്തു. അപ്പൊ നോക്കിയേ, നമ്മുടെ ഔട്ട്പുട്ട് കണ്ടു. എല്ലാരും ചെയ്തോ? ഓക്കെ, ആകെ ജിത്ത് മാത്രമേ കംപ്ലീറ്റ് ചെയ്തുള്ളൂ. എത്ര പേര് ചെയ്തു? എല്ലാവരും ചെയ്ത ആൾക്കാരൊക്കെ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ തംസ് അപ്പ് വാട്ട് എവർ ഒന്ന് കൺവേ ചെയ്തേ. ഓക്കെ ഫൈൻ. സോ ഐ ഹോപ്പ് എല്ലാവർക്കും എന്താണ് ഡാറ്റ ടൈപ്പ് എന്ന് മനസ്സിലായി. ഇപ്പൊ 100 എന്നുള്ളൊരു വേർഡ് കണ്ട ഒരു വാല്യൂ കണ്ടാൽ അത് എന്ത് ഡാറ്റ ടൈപ്പാ? 100. എല്ലാരും ഒന്ന് കമന്റ് ചെയ്തേ. പറ സന്ദീപ് പറ. ഇന്റ്. ട്രൂ എന്നുള്ള വാല്യൂ ഉണ്ടല്ലോ. ട്രൂ എന്താ? ബൂളിയൻ. ബൂലിയൻ. ഫൈൻ. ഓക്കെ, അപ്പൊ ഐ ഹോപ്പ് ഇത് ക്ലിയർ അല്ലേ എല്ലാവർക്കും? ക്ലിയർ ആയ എല്ലാവരും ഒരു തംസ് അപ്പ് തന്നെ. ഓക്കെ ഫൈൻ, താങ്ക് യു. അപ്പൊ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണത് അതായത് പ്രോഗ്രാംസ് ബിക്കം പവർഫുൾ when they communicate with users. Python gives us two important functions. നമുക്ക് 2 important functions നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. ക്ലിയർ? അപ്പോ 2 ഫംഗ്ഷനിൽ ഒരു ഫംഗ്ഷൻ ആണ് ഈ ഇൻപുട്ട്, രണ്ടാമത്തെ ഫംഗ്ഷൻ ആണ് പ്രിന്റ്. ഓക്കെ, സോ പ്രിന്റ് ബേസിക്കലി പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിന് എന്ന് പറഞ്ഞു, നമ്മളത് കണ്ടു. പ്രിന്റ് എന്താ? യൂസ്ഡ് ടു ഡിസ്പ്ലേ ഔട്ട്. ക്ലിയർ? അപ്പൊ ഞാൻ ഇപ്പൊ നേരത്തെ പ്രിന്റ്, ഇപ്പൊ നമ്മൾ ഇവിടെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, പ്രിന്റ് ഹെലോ വേൾഡ് നടിച്ചപ്പോ നമ്മുടെ ഔട്ട്പുട്ട് ഡിസ്പ്ലേഡ് ആയി. ഇനി അടുത്തത് എന്ന് പറഞ്ഞാല് ഇൻപുട്ട് ആണ്. അടുത്തൊരു ഫംഗ്ഷൻ ഇൻപുട്ട് ആണ്. ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യൂസ് ടു ടേക്ക് ഇൻപുട്ട് ഫ്രം യൂസർ. അതായത് നമ്മൾ യൂസറിന് കൊടുക്കുന്ന ഇൻപുട്ട് ആണ്, അതായത് ഡാറ്റ ആണ് എന്ത്, ഇൻപുട്ട്. ഇപ്പൊ നെയിം ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, അടുത്തൊരു കോഡ് സെക്ഷൻ എടുത്തിട്ട് നെയിം ഈക്വൽ ടു ഇൻപുട്ട് enter your name. കൊടുത്തു. പ്രിന്റ് നെയിം കൊടുത്തു. കണ്ടോ?
എൻ്റർ യുവർ നെയിം. എല്ലാവർക്കും വിസിബിൾ അല്ലേ? ഇങ്ങനെ ഇൻപുട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻപുട്ട് എന്നുള്ള ഫംഗ്ഷനും അത് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിന്റ് എന്നുള്ള ഫംഗ്ഷൻസ് യൂസ് ചെയ്യണേ. ക്ലിയർ? ഓക്കെ ആണോ? ഫൈൻ ഫൈൻ. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു കോഡ് തരാൻ പോവാണ്. അപ്പൊ നിങ്ങൾ അത് ചെയ്യണം ഈ പറഞ്ഞ പോലെ തന്നെ. ഞാനിത് കോപ്പി പേസ്റ്റ് ചെയ്യാണ്. എൻ്റർ യുവർ നെയിം. ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഒരു സ്പേസ് ഇട്ട് അത് ഫില്ല് ചെയ്തു. ഇനി അടുത്തത് ഇവിടെ പ്രിന്റ് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഹലോ. ഓക്കെ, ഇതിന്റെ ഔട്ട്പുട്ട് എന്താ വന്നതെന്ന് എല്ലാവരും എനിക്കൊന്ന് കാണിച്ചു, ഒന്ന് കമന്റ് സെക്ഷനിൽ ഇടണം. ഇതൊന്ന് റൺ ചെയ്ത് എല്ലാവരും. വിസിബിൾ അല്ലേ സ്ക്രീൻ? ഹലോ കൃഷ്ണ. ഓക്കെ ഫൈൻ. അതേപോലെ എല്ലാവരും ഒന്ന് പറഞ്ഞേ. കൃഷ്ണ ഗുഡ് ജോബ്. ഓക്കെ ഫൈൻ. സോ അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായില്ലേ? നമ്മുടെ കൊളോക്കിൽ ചോദിച്ച ഇതെല്ലാവർക്കും കത്തിയില്ലേ? ക്ലിയർ? ഓക്കെ ഫൈൻ, പെർഫെക്റ്റ്. സോ ഇപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? വാരിയബിൾ എന്താ നോക്കി, ഡാറ്റ ടൈപ്സ് എന്താ നോക്കി, പിന്നെ ഇൻപുട്ട് ഔട്ട് ഫങ്ഷൻസ് എന്താ നോക്കി. ക്ലിയർ? സോ നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ്. അതായത് ഇപ്പൊ നമ്മള് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ്, അതായത് പ്രോഗ്രാംസ് എങ്ങനെ തിങ്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഇത് എങ്ങനെ ഡിസൈഡ് ചെയ്യുന്നു ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യണേ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറയാണ്, ഇന്ന് മഴ പെയ്താൽ ഞാൻ പുറത്തു പോകും, അല്ലെങ്കിൽ ഞാൻ പുറത്തു പോകില്ല. ഇതൊരു പ്രിഡിക്ഷൻ സ്റ്റേറ്റ്മെന്റ് അല്ലേ? റെസ്പോണ്ട് ചെയ്യും മക്കളെ. യെസ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ബേസിക്കലി കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുക. ഓക്കെ, അങ്ങനെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സിൽ വരുന്ന കുറച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ് ഇഫ്. ഈ എലിഫ് എന്ന് കണ്ടാ നോക്കിയത് എൽസ് ഇഫ് ആണത്, ആൻഡ് ഓൾസോ എൽസ്. സോ ഇപ്പൊ ഞാൻ ഇതിന്റെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോ മാർക്സ് 90 എബവ് ആണെങ്കിൽ ഗ്രേഡ് എ, അല്ലാന്നുണ്ടെങ്കിൽ ഗ്രേഡ് ബി എന്നൊക്കെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ പറയുമല്ലോ. ആദർശം എന്താ മനസ്സിലായില്ലേ? വാട്ട് ഹാപ്പൻഡ്? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചാറ്റിൽ ഇടണേ. ഓക്കെ ഫൈൻ, ലെറ്റ് മീ കണ്ടിന്യൂ എനിവേ. സോ നമ്മൾ പറഞ്ഞു ഇഫ്, എലിഫ്, എൽസ്. സോ ഇഫ് ആക്ച്വലി ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഒരു കണ്ടീഷൻ ആണ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇഫ് മാർക്സ് ഗ്രേറ്റർ ദാൻ 90 ദെൻ അത് എ ഗ്രേഡ് ആണ്. എൽസ് ഇഫ് എന്ന് പറഞ്ഞ അനദർ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓൾറെഡി ഇതിലുള്ളത് തന്നെ വേറൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എൽസ് ഇഫ് എന്ന് പറയുമ്പോൾ അത് ഒരു ഡിഫോൾട്ട് ആയിട്ടുള്ള കണ്ടീഷന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. സോ നമുക്ക് അതിന്റെ ഒരു എന്ത് ചെയ്യാം, നമുക്ക് അതിന്റെ ഒരു ഹാൻഡ്സ് ഓൺ ചെയ്യാം. ചെയ്യാം? റെഡി അല്ലേ എല്ലാരും? ഈ പറയണതിനെ മനസ്സിലാകുമ്പോൾ കുറച്ചൊരു ബെറ്റർ അതല്ലേ? സോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോഡ് സെക്ഷൻ എടുക്കാം. ഞാൻ ഈ ടൈപ്പ് ചെയ്യണത് അതേപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്തോ. മാർക്ക് ഈക്വൽ ടു ഇൻഡ് ഇൻപുട്ട്
enter marks. Okay. If marks നോക്കണം ഇവിടെ ഓൾറെഡി ഞാൻ മാർക്സ് കൊടുക്കാം. അപ്പൊ ഇഫ് മാർക്സ് നമ്മൾ കൊടുത്ത വാരിയബിൾ തന്നെ വേണം ഇവിടെ. മാർക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 90 കോളൻ പ്രിന്റ് A print A if marks greater than equal to 75 print B. Else print C. ഓക്കെ, എല്ലാരും കോഡ് എഴുതിയോ? എന്റെ മാർക്സ് ഞാനിവിടെ എല്ലാവരും ഇതിന്റെ ഔട്ട്പുട്ട് ഇപ്പൊ ലൈക്ക് എന്റർ യുവർ മാർക്ക് എന്തായാലും വരും, അത് കൊടുക്കുമ്പോ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞേ. എറർ വന്നോ? $1887B, okay. 892A. 40C. $93A. ഓക്കെ, പെർഫെക്റ്റ്. സോ എല്ലാവർക്കും ഈ പോർഷൻ ക്ലിയർ അല്ലേ? കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? So now let's talk about loops. Now imagine this. You want to print hello 100 times. Will you write print 100 times? You got my question? If you want to print a word hello 100 times, will you write the print 100 times? No. Okay. That's why loop exists. Loop repeat the task. Clear? There are two major loops. One for loop and then while loop. For loop is basically used when number of repetitions is known. Clear? As I said, if you want to print the word
hello 100 times, the repetition, the number of repetitions are known. So there we use loop. Okay. So നമുക്ക് എന്ത് ചെയ്യാം? ലൂപ്പിന്റെ ഒരു എക്സാമ്പിൾ ചെയ്യാം. എല്ലാവരും കൊളാബറത്തെ. എടുത്തു. ഞാനൊരു ഫോർ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാണ്. ഫോർ I in range 5. ഇപ്പൊ നമ്മളെന്താ 5 എന്ന് പറഞ്ഞു. ഇൻഡന്റേഷൻ ഇമ്പോർട്ടന്റ് ആണ്. പ്രിന്റ് I. എല്ലാരും ഒന്ന് റൺ ചെയ്തേ കോഡ്. ആൻസർ വന്നോ എല്ലാവർക്കും? റൺ ചെയ്തോണ്ട് തന്നെ ഇരിക്കാം. യാ, അപ് ടു നോക്കിയേ, ലൈക്ക് 0 to 5 വരെ, ലൈക്ക് 5 ആണ് നോൺ ആയിട്ടുള്ള, നമുക്ക് 5 റിപ്പീറ്റേഷൻസ് വേണം. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, 0 to 4 വരെയാണ് അത് ഡിഫൈൻ ചെയ്തേ. ക്ലിയർ? ക്ലിയർ അല്ലേ? ആർക്കൊരു ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഫൈൻ. സോ കമ്മിങ് ടു വൈൽ ലൂപ്പ്. While loop used when repetitions depend on condition. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ count exactly 1. While count, അതായത് let's see this. അതായത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഒരു കണ്ടീഷൻ കൊടുക്കുന്ന ഏരിയയിലാണ് നമ്മൾ while loop ചെയ്യുക. അതായത് ഇപ്പൊ ഇത് ഇങ്ങനെയാണെന്നൊക്കെ പറയില്ലേ, സെയിം ആസ് ദാറ്റ നമ്മൾ ഇത് യൂസ് ചെയ്യുക. അപ്പൊ നമുക്ക് വൈലിന്റെ ഒരു എക്സാമ്പിളോടെയും ചെയ്യാം. ഇതൊക്കെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ഗസ് ഇവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്, ബട്ട് നിങ്ങൾ അത് എഫക്ട് ചെയ്യാന്ന് ഞാൻ വിചാരിക്കുന്നു. സോ എല്ലാരും എഴുതിക്കേ, കൗണ്ട് ഈക്വൽ ടു 1 while count greater than or equal to, sorry, less than or equal to 5. Print count. Variable ഇവിടെ count ആണ്. So count less equal to 1. എല്ലാവരും ഇതൊന്ന് റൺ ചെയ്തേ. ഇതിന്റെ ലോജിക് ആൻസർ കിട്ടിയതിന് ശേഷം എനിക്കൊന്ന് പറഞ്ഞേ. ആൻസർ കിട്ടിയോ? എത്ര പേർക്ക് ആൻസർ കിട്ടി? റമീസ് എന്താ ആൻസർ കിട്ടിയേ? ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടോ? അതിൽ റെസ്പോണ്ട് ചെയ്യൂ. ആർക്കെങ്കിലും ആൻസർ കിട്ടാനുണ്ടോ? എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും വൈലിന്റെ ഫോറിന്റെ ഡിഫറൻസ് മനസ്സിലായോ? എല്ലാവരും റിപ്ലൈ ഇട്ടേ. ഓക്കെ, ഫൈൻ. സോ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, നമുക്കൊരു ചെറിയൊരു
എക്സസൈസ് നോക്കിയാലോ? അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ഐ ഗസ് മനസ്സിലായി ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെ എങ്ങനെയാന്നൊക്കെ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു ഇതിനോട് റിലേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ആണ് കാൽക്കുലേറ്റർ, ഓഡ് ഇവൻ ചെക്കർ, പിന്നെ അതേപോലെ തന്നെ ഗ്രേഡ് ഫൈൻഡർ ഒക്കെ. ക്ലിയർ? സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഈ ഗ്രേഡ് ഫൈൻഡർ നിങ്ങൾക്ക് ലൈക്ക് ഒരു വർക്ക് പോലെ തരാണ്. കാൽക്കുലേറ്ററും ഓഡ് ഇവൻ ചെക്കറും നമുക്കിപ്പോ ചെയ്യാം. ഞാൻ ഈ കാൽക്കുലേറ്ററിന്റെ കോഡ് ഓൾറെഡി ടൈം വേസ്റ്റ് ചെയ്യണ്ട, എന്ത് ചെയ്യാം, ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. കാൽക്കുലേറ്റർ എല്ലാവർക്കും റിസീവ് ആയില്ലേ? ഓക്കെ, അപ്പൊ അതൊന്ന് റൺ ചെയ്തേ. അതേപോലെ തന്നെ ഞാൻ ഓഡ് ആൻഡ് ഈവൻ ചെക്കറും കൂടിയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും കോഡ് വായിക്കുമ്പോൾ മനസ്സിലാവണില്ലേ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന്? ഓക്കെ ഫൈൻ. അപ്പൊ അത് രണ്ടൊന്ന് റൺ ചെയ്തേ. ഓക്കെ, 00 ഫസ്റ്റ് നമ്പർ 20 ഫൈൻ. എല്ലാരും ഒന്ന് ആൻസർ ഇട്ടെ. അതേപോലെ രണ്ടാമത്തെ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത ആൻസർ ഔട്ട്പുട്ട് ഒന്ന് ചാറ്റിലിട്ടെ. യു ക്യാൻ കോപ്പി പേസ്റ്റ് ഇറ്റ് ഈസിലി, റൈറ്റ്? And 20 even. Okay, good. Aishwarya, Krishnapriya, Ananya, fine, and Shehzad. Okay, fine. സോ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റി ഞാൻ എന്തായാലും ആഫ്റ്റർ ദിസ് സെഷൻ ഞാൻ ഗ്രൂപ്പിൽ ഒന്ന് പോസ്റ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇതേപോലെ തന്നെ ആൻസേഴ്സ് നമ്മുടെ ഗ്രൂപ്പിൽ ഒന്ന് ഇടേണ്ടതാണ്. ഈ സെഷൻ കഴിഞ്ഞിട്ട് മതി. ഗ്രേഡ് ഫൈൻഡർ ആണ്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളിപ്പോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് AI ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ബട്ട് യു വോണ്ട് ടു നോ ദ ലോജിക് ബിഹൈൻഡ് വാട്ട് യു ഡൂയിങ്. ഓക്കെ? സോ ഈ ഗ്രേഡ് ഫൈൻഡർ നിങ്ങൾക്ക് എന്തായാലും നല്ല ആക്ടിവിറ്റി ആണ്. ബൈ നാളത്തെ ഒരു സെഷനും കൂടി കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കൊരു പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം പീരീഡ് 2 days തരും. സോ അതുകൊണ്ട് ഞാനൊരു ടോപ്പിക്കും തരും. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ആ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യണം. നമ്മുടെ ടീം നിങ്ങൾക്ക് ഒരു ഗൂഗിൾ ഡ്രൈവ് ഷെയർ ചെയ്യും. അതിലേക്ക് നിങ്ങളുടെ ഔട്ട്പുട്ടും നിങ്ങളുടെ കോഡും നിങ്ങൾ പേസ്റ്റ് ചെയ്യണം. അത് ഈ വീക്കത്തെ ആക്ടിവിറ്റി ആണ്. ഫൈൻ. സോ നമ്മളിപ്പോ ഈ ചെയ്തിട്ടുള്ള നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള പ്രൊജക്ട് ഞാൻ നിങ്ങൾക്ക് തരുള്ളൂ. സിമ്പിൾ ആയിരിക്കും, ഫസ്റ്റ് പ്രൊജക്ട് ആയതുകൊണ്ട്. അതേപോലെ തന്നെ നെക്സ്റ്റ് വീക്കും നിങ്ങൾക്ക് ഒരു പ്രൊജക്ട് ഉണ്ടാവും, അത് ഫൈനൽ പ്രൊജക്ട്. അപ്പൊ ഇതൊരു മിനി പ്രൊജക്ട് പോലെ കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾ ഈ വീക്കെൻഡിൽ 2 ദിവസം ഞാൻ ടൈം തരാം. ബൈ ഒരു സൺഡേ ഈവനിങ് ആകുമ്പോഴത്തേനും നിങ്ങൾ ആ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യണം. then you have to post it in that drive. Okay, ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ ഫൈൻ. സോ നമ്മുടെ സെഷൻ ഓൾമോസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാം. ഐ ഹോപ്പ് നമ്മള് ബേസിക്സിൽ സ്റ്റാർട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാംസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. എല്ലാവരും സ്മോൾ സ്റ്റെപ്സ് പൈത്തണിൽ എടുത്ത് വെച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, സ്റ്റാർട്ടിങ് ഹലോ വേൾഡ് തൊട്ട് നമ്മൾ പഠിച്ചു, റൈറ്റ്? അപ്പോ ആദ്യമായിട്ട് എന്തായാലും നിങ്ങൾ സിംഗിൾ വേർഡ് കോഡ് എഴുതിയല്ലോ. സോ ഇന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഫേസ് ചെയ്തെന്നുണ്ടെങ്കിൽ അത്ര ലൈക്ക് അതൊരു ഇഷ്യൂ ആയിട്ട് എടുക്കണ്ട. നമുക്ക് കമ്മിങ് ക്ലാസ്സസിൽ അത് കോപ്പ് അപ്പ് ചെയ്ത് കൊണ്ടുപോവാം. ഓക്കെ, ഇത്
like Python is very simple to learn actually. So നമ്മൾ ഫണ്ടമെന്റൽസിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. I'll reply you as soon as possible. So today നമ്മളൊരു പുതിയ ജേർണി സ്റ്റാർട്ട് ചെയ്തതാണ്. I hope you guys will enjoy it and keep move forward. Thank you. So let's wind up this session. Thank you so much. Good night, guys.